നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത കൊടകരയിൽ വൻ കഞ്ചാവ് വേട്ട. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ തുടർച്ചയായി രണ്ടാം ദിവസവും മോഷണം നടന്നു. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ കൃഷിനാശം. ദേശീയപാത മുരിങ്ങൂരിൽ KSRTC ബസിന് തീപിടിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊടകരയിൽ വൻ കഞ്ചാവ് വേട്ട. നെല്ലായിൽ കാറിൽ കടത്തിയ 88 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടനാട് വടക്കേക്കര കൊട്ടാവയൽ വീട്ടിൽ 29 വയസ്സുള്ള അജി, പാലക്കാട് ചുള്ളിമട വീട്ടിൽ 22 വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറീസയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കാണ് കഞ്ചാവ് കൊണ്ടുപോയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. രഹസ്യവിവരത്തെ തുടർന്ന് കൊടകര പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ചെറിയ പാക്കറ്റുകളിലാക്കിയ കഞ്ചാവ് കാറിനുള്ളിലും ഡിക്കിയിലുമായാണ് ഒളിപ്പിച്ചു വച്ചിരുന്നത്. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ തുടർച്ചയായി രണ്ടാം ദിനവും മോഷണം നടന്നു. വ്യാഴാഴ്ച രാത്രി ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളാണ് കള്ളൻ കുത്തിപ്പൊളിച്ച് പണം കവർന്നത്. ബുധനാഴ്ച രാത്രിയിൽ ഇതേ ക്ഷേത്രത്തിൽ കള്ളൻ കയറി ആകെയുള്ള 8 ഭണ്ഡാരങ്ങളിൽ 6 എണ്ണം കുത്തിപ്പൊളിച്ച് പണം കവർന്നു. ക്ഷേത്രത്തിലെ കോലം മോഷ്ടിച്ച് അതിലുള്ള താലികളും കള്ളൻ മോഷ്ടിച്ചിരുന്നു. കോലം പിന്നീട് ക്ഷേത്രത്തിന്റെ സമീപം വാഴത്തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാത്രിയിൽ മോഷ്ടിക്കാൻ കഴിയാതിരുന്ന ഭണ്ഡാരങ്ങളാണ് വ്യാഴാഴ്ച മോഷ്ടാവ് കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത്. ആദ്യ ദിവസത്തെ മോഷണത്തിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രണ്ടാം ദിവസവും മോഷണം നടന്നത് എന്നത് കൊടകര പോലീസിന് തലവേദനയായി. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ കൊടകരയിൽ കൃഷിനാശം. കൊടകര തേശ്ശേരി സ്വദേശി കള്ളിയത്ത് പറമ്പിൽ ടോമിയുടെ കൃഷിയാണ് കനത്ത മഴയിൽ നശിച്ചത്. തേശ്ശേരി മൌണ്ട് പാടത്തിറക്കിയ മത്തൻ, കുമ്പളം, പയർ, വെണ്ട, വെള്ളരി എന്നിവയാണ് വെള്ളം കയറി നശിച്ചത്. ഏകദേശം 50,000 രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്ന് ടോമി പറയുന്നു. 5 തരം കൃഷി ഇറക്കിയിട്ടുണ്ട്. മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, വെണ്ടക്കായുണ്ട്, പയറുണ്ട്. അത് ഈ 4 വെള്ളത്തിൻ്റെ അടിയിലാണ്. 50,000 രൂപയുടെ നാശനഷ്ടം വന്നിട്ടുണ്ട്. വളം അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദ്യം കൊണ്ടുവരണം. ദേശീയപാത മുരിങ്ങൂരിൽ KSRTC ബസിന് തീപിടിച്ചു. മുരിങ്ങൂർ കോട്ടമുറിയിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ഗരുഡ ബസിന്റെ എഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് തീപിടിച്ചത്. ഇരുചക്രവാഹന യാത്രക്കാരനാണ് ബസിന്റെ പിറകിൽ നിന്നും പുകയുരുന്നത് കണ്ടത്. ഉടനെ ബസ് ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ ദുരന്തമൊഴിവായി. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി തീയണച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ TS അജയൻ, PS സന്തോഷ് കുമാർ, PM മനു, K അരുൺ എന്നിവർ തീയണച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടകര പാറക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ CMF മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ആന്റണി പോട്ടോക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ട് നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. മാളയിലെ ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് അപകടങ്ങൾ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ ദേശീയപാത കൊരട്ടി ചിറങ്ങര സിഗ്നലിനടുത്ത വളവിൽ വെച്ചായിരുന്നു അപകടം. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് ദേശീയപാതയ്ക്ക് നടുവിലെ കോൺക്രീറ്റ് കാനയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. മാള കുണ്ടായിയിലെ ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ രോഗിയെ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട ചിറങ്ങര സിഗ്നലിനടുത്ത വളവ് നിരന്തര അപകട മേഖല എന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ ഇവിടെ റോഡിൽ വെള്ളം കെട്ടിനിൽക്കും. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിൽ നിന്ന് തെന്നിപ്പോകുന്നു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണം. കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം ഇതേ സ്ഥലത്ത് 15ഓളം അപകടങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു.
ഗതാഗത മന്ത്രി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പഠിക്കാനായി ചാലക്കുടിയിൽ നിന്നും അരൂർ വരെ യാത്ര നടത്തി. ഇതിനിടയിൽ ഈ അപകട മേഖലയിൽ എത്തുകയോ പരിശോധിക്കുകയോ ചെയ്തില്ലെന്ന് ഇവിടുത്തുകാർ കുറ്റപ്പെടുത്തുന്നു. കാനഡയിൽ ചാലക്കുടി സ്വദേശിനി ഡോണ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് ലാൽ കെ പൌലോസ് സംഭവത്തിനു ശേഷം ഡൽഹിയിലെത്തിയെന്നാണ് കനേഡിയൻ പോലീസിന്റെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ഡോണയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. മകൾക്കും മരുമകനും വാങ്ങിയ പുത്തൻ വസ്ത്രങ്ങളുമായി ദുരന്തവാർത്ത ഞെട്ടൽ താങ്ങാനാകാതെ കണ്ണീരണിഞ്ഞിരിക്കുകയാണ് ചാലക്കുടി ശ്രേയസ് നഗറിലെ വീട്ടിൽ ഡോണയുടെ മാതാവ് ഫ്ലോറയും പിതാവ് സാജൻ പടിക്കലും. എന്നും ഫോണിൽ സംസാരിക്കുന്ന മകളെ കുറച്ചു ദിവസമായി വിളിക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിരുന്നു ലഭിക്കുന്നത്. ജോലി തിരക്കാകുമെന്ന് കരുതി മെയ് 7-നാണ് ഇരുവരും ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭർത്താവിൻ ലാലിന്റെ മെയിൽ ഐഡിയിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നത്. കാനഡയിലെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നു നോക്കിയപ്പോഴാണ് ഡോണയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡോണയ്ക്കൊപ്പമുണ്ടായിരുന്ന ഭർത്താവ് ലാൽ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് കടന്നുകളയുകയും ചെയ്തു. ചൂതാട്ടത്തിന് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം കൊലയിൽ കലാശിച്ചുവെന്നാണ് ഡോണയുടെ ബന്ധുക്കളുടെ നിഗമനം. ചൂതാട്ടം മൂലം ലാലിന് വലിയ ബാധ്യതയായി. പലപ്പോഴായി ഡോണയുടെ അക്കൌണ്ടിൽ നിന്ന് ഭർത്താവ് ലാൽ 1.5 കോടിയിലധികം രൂപ പിൻവലിച്ചതായി കണ്ടെത്തി. ലാലിനായി കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾ ഡൽഹിയിലേക്ക് കടന്നത്. ഡോണയുടെ മാതാപിതാക്കൾ കേരള പോലീസിലും പരാതി നൽകി. ദില്ലിയിൽ വിമാനമിറങ്ങിയെന്ന വിവരം പോലീസിന് ലഭിച്ചു. പ്രിയപ്പെട്ട മകളുടെ മുഖം ഒരു നോക്ക് കാണാൻ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പോരാട്ടത്തിലാണ് കുടുംബം. 3 വർഷം മുൻപായിരുന്നു ഡോണയുടെയും ലാലിന്റെയും വിവാഹം. ഡോണയും ലാലും കാനഡയിൽ തന്നെയാണ് പഠിച്ചത്. ഇരുവരും പരിചയക്കാരായതിനാൽ വിവാഹം ബന്ധുക്കൾ ചേർന്ന് നടത്തുകയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത കൊടകരയിൽ വൻ കഞ്ചാവ് വേട്ട. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ തുടർച്ചയായി 2ാം ദിവസവും മോഷണം നടന്നു. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ കൃഷിനാശം. ദേശീയപാത മുരിങ്ങൂരിൽ KSRTC ബസിന് തീപിടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.